ഇങ്ങനെ ഉപവാസം അവസാനിപ്പിക്കേണ്ടതാണ്. ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാം നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനും സമൂഹത്തിനുമെല്ലാം വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള ചർച്ചകളും കൂടി ആലോചനകളും ചെയ്യാൻ ഞങ്ങൾ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിച്ച് അദ്ദേഹം വളരെയധികം അവിടെ പോയതിൽ സന്തോഷിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ അദ്ദേഹം പറയുകയുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ആഴമളക്കാനുള്ള പരിശോധന തമിഴ്നാട് തടഞ്ഞു. കേരളം മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നാരോപിച്ചാണ് തമിഴ്നാടിന്റെ നടപടി. അവിടെ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മുല്ലപ്പെരിയാറിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മുൻവശത്തുള്ള ജലത്തിന്റെ ആഴമളക്കാനുള്ള പരിശോധനകൾ ഇന്ന് നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതിനായി പീച്ചിയിലുള്ള കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധർ എത്തിയിരുന്നു. ഇതിനാവശ്യമായ ഉപകരണങ്ങൾ ഘടിപ്പിച്ച പ്രത്യേക ബോട്ടുമായാണ് സംഘം എത്തിയത്. പരിശോധനയ്ക്ക് വേണ്ടി തേക്കടിയിൽ നിന്നും സംഘം ഡാമിലേക്ക് തിരിക്കാൻ തുടങ്ങുമ്പോഴാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരോട് പരിശോധനകൾ തടയാൻ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. തമിഴ്നാട് പൊതുമരാമത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അറിയിക്കുന്നതെന്നും ഇവർ സംസ്ഥാനത്തിന് ആവശ്യമായ വിവരങ്ങൾ അവർ തന്നെ വേണമെങ്കിൽ ശേഖരിച്ച് നൽകാമെന്നും അറിയിച്ച് പരിശോധനകൾ തടയുകയായിരുന്നു. അതിനുശേഷം ഇവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബോട്ടിൽ സാധനങ്ങൾ ഡാമിനടുത്ത് കൊണ്ടുപോയി പരിശോധനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ മാത്രം അനുവാദം കൊടുത്തിട്ടുണ്ട്. പരിശോധന നടത്താൻ പാടില്ല എന്ന നിലപാടിലാണ് അവർ ഇപ്പോഴും. രഞ്ജിത്ത്, നന്ദി സന്തോഷ്. ഗൾഫ് എയർ വിമാനം റൺവേ